Watch India's largest kids library only on Jio Hotstar. Download the app now. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, ഇത് എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തെങ്കിലും പെട്ടെന്ന് കേട്ട് പേടിച്ചോ? എന്റെ ബെഞ്ച് തകർത്തല്ലോടെ. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഞങ്ങളുടെ കാലിന്റെ ഇടയിൽ കൂടെ ഇപ്പോഴാ വലിയൊരു പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് പോയത് അറിയോ? ഞാൻ കണ്ടതോ. പാമ്പ് പാമ്പ് അയ്യോ, പാമ്പ് പാമ്പ് എവിടെ പോയി കാണോ? എന്റെ അമ്മോ, എപ്പോ വന്നു? എന്നിട്ട് മോഷണം നടന്നു? അപ്പൊ അത് അവിടെ എത്തിയല്ലേ? ഡോണ്ട് വറി, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇന്ത്യ നിയമമാണ് സത്യം. ഞാൻ ആ പാമ്പിനും വിടില്ല, ആ കള്ളനെയും വിടില്ല. മോട്ടു പത്തൊന്നും വേഗം വന്നേ. ഒരു പാമ്പും കള്ളനും ചേർന്ന് നമ്മുടെ ഫുർഫുറ നഗരത്തിൽ മോഷണം നടത്തി തൂർത്ത് വാരിയിരിക്കുകയാണ്. എന്താ പറ്റിയത്? എന്റെ അമ്മോ, മോട്ടുപൊത്തലോ, ഇവിടെ വന്ന പാമ്പ് ഒന്നിനും വിടുന്നില്ല. നമുക്ക് എന്തേലും ചെയ്ത് അതിനെ പിടിച്ചേ മതിയാവൂ. നിങ്ങൾ എന്തേലും ഒന്ന് ആലോചിക്ക, അല്ലെങ്കിൽ കുഴപ്പാണ്. സാറേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പത്തലു, നീ എന്തെങ്കിലും ആലോചിക്കൂ വേഗത്തില്. ഐഡിയ. നമുക്ക് ഡോക്ടർ ജെട്ടിയോട് സഹായം ചോദിക്കാം. പാമ്പിനെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. മമ്മി, പൊളിച്ചെടുത്തല്ലോ, ഒരു പാമ്പ് മോഷണം നടത്തുന്നു. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പാമ്പ് മോഷണം നടത്തുന്നത് കേൾക്കുന്നത്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, പാമ്പ് എവിടുന്ന് വരും, എങ്ങനെ പോവും എന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ കട്ടുകൊണ്ടുപോകും. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും പാമ്പാക്കി മാറ്റിയാലെന്താ? മാറ്റട്ടെ, എന്തേ? വലിയേട്ടാ, സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കോ? മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, സയൻസ് എത്രത്തോളം മുന്നേറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ചെയ്യാൻ കഴിയും. ഒരു ഇരുമ്പ് എങ്ങനെ മറ്റൊരു ഇരുമ്പിനെ വെട്ടുന്നോ അതേപോലെ നിങ്ങളും പാമ്പാകി മാറി ആ ലോകത്തേക്ക് ചെല്ലണം. ഏത് പാമ്പാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എന്തെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രശ്നമായി. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഞങ്ങളെ പാമ്പാക്കിക്കോളൂ. ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ആകും. ഓക്കേ. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ജഡ്ക, നിങ്ങൾ മോട്ടുപത്രോണ് എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? വലിയേട്ടാ, നിങ്ങൾ ശരിക്കും പൊളിച്ചു കേട്ടോ. എന്റെ സുഹൃത്തെ, എന്റെ ബ്രോ, നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് ആ കള്ളൻ പാമ്പിനെ കയ്യോടെ പിടിക്കാൻ നോക്ക്. അതെ, വേഗം. ഓക്കെ വലിയേട്ടാ, ഓക്കെ. ഞങ്ങൾ ചെന്ന് വേഗത്തിൽ തന്നെ ആ കള്ളപ്പാമ്പിനെ പിടിച്ചിങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. നല്ല മണം. മോട്ടു, മോട്ടു അവിടെ നിൽക്ക്. മോട്ടു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ആരെങ്കിലും നമ്മൾ പാമ്പായി മാറിയത് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ കള്ളപ്പാമ്പുകളാണെന്ന് പറയില്ലേ? എന്താ? വരൂ. അത് പിന്നെ എനിക്ക് വിശന്നിട്ടല്ലേ പത്തലു. മാത്രമല്ല, കാട്ടിൽ പോയ സമൂസ ഇവിടുന്ന് കിട്ടാനാ. എന്റെ മോട്ടു, നീ സമൂസയെ കുറിച്ച് മാത്രം ഓർത്തിരിക്കാത്ത ഒന്ന് വേഗം വാ, വേഗം. മോട്ടു, സമാധാനമായിരിക്കെ. ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ദുരമ്പ് കിട്ടാതിരിക്കില്ല.
എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നഗരത്തിൽ ഒരു സ്നേക്ക് വന്നിട്ട് ജനങ്ങളെ പറ്റിക്കുന്നുണ്ടെന്ന്. സ്നേക്ക് കാരണം ഞങ്ങൾ എല്ലാ സ്നേക്കുകൾക്കും അതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഞങ്ങൾ സ്നേക്കിനോട് ഒരുപാട് ദേഷ്യമുണ്ട്. അതുകൊണ്ട് പോയി അന്വേഷിക്കൂ, ആ സ്നേക്ക് ഞങ്ങളെ പോലുള്ള തന്നെ ഒരു സ്നേക്ക് ആണോ? ഇല്ല മഹാരാജാവേ. അപ്പൊ നീയാണോ ചെയ്തത്? നീയാണ് നമ്മൾ സർപ്പങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വികാരി. നീയാണോ ഇനിയും? ഇല്ല മഹാരാജാവേ, ഞാനാണ് കുറച്ചു ദിവസമായിട്ട് നഗരത്തിലേക്ക് പോയിട്ടേ ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സർപ്പങ്ങൾക്കിടയിൽ പുതിയവരാണ്. തീർച്ചയായും ഇവർ തന്നെയായിരിക്കും പിടിക്കുവമാരെ. നിങ്ങളുടെ പേര് നശിപ്പിക്കുന്നു. മോട്ടു ഓടിക്കോ, ഇവിടെ നിന്ന് ഇവന്മാര് നമ്മുടെ പണി തീർക്കും. എന്റെ പത്തിലു എന്താ പറഞ്ഞ്? ചില സമയത്ത് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. മോട്ടു, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. നമ്മൾ വന്ന ജോലി ഇനിയും തീർന്നിട്ടില്ല, അത് വേഗം ചെയ്ത് തീർക്കണം. വേഗം വാ. എന്റെ മോട്ടു മേലോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? എന്റെ മോട്ടു ഇത് എങ്ങോട്ടാ പോകുന്നത്? മുകളിലേക്ക് നോക്ക്, മരം കഴിഞ്ഞു. ചിങ്കം സാറേ, പാമ്പിന്റെ ബോട്ട്സെല്ലാം അടിച്ചു കൊണ്ടുപോയി. പിടിക്കൂ, അതിനെ പിടിക്കൂ. മോട്ടു, നമുക്ക് എത്രയും പെട്ടെന്ന് അതൊക്കെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ ജനങ്ങൾ നമ്മുടെ പണി തീർക്കുമെന്നാ തോന്നുന്നത്. ഓടിക്കോ. ഓടിക്കോ. വരൂ, നമുക്ക് അവിടെ ചെന്ന് ഒളിച്ചിരിക്കാം. ഈ സ്ഥലം കൊള്ളാം കേട്ടോ. നീ പറഞ്ഞത് ശരിയാണ്. ഇത് നല്ല അത്ഭുതമായല്ലോ. വരൂ, നിങ്ങൾ അതിഥികളെ ഞങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. വരൂ, എന്താ നിങ്ങൾക്ക് കഴിക്കാൻ എടുക്കുക? താങ്ക് യു. പക്ഷെ ഞങ്ങൾക്ക് വിശക്കൊന്നൊന്നുമില്ല. ഞങ്ങളുടെ പുറകെ കുറച്ച് പാമ്പുകൾ വരുന്നുണ്ട്, അതാണ്. അയ്യോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ സേഫ് ആണ്. വരൂ, ഈ ബെറീസ് കഴിക്കൂ, പിന്നെ കുറച്ച് ഇതും കഴിച്ചോളൂ. മതി, ഞങ്ങൾക്ക് മതിയായി. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഓഹോ, എങ്ങനെ ഇത്ര പെട്ടെന്നൊക്കെ കഴിച്ചു കഴിയണേ? ഇനിയും ഞാൻ നിങ്ങൾക്ക് ഒത്തിരി കൊണ്ടുവരാൻ പോവാണ് ഭക്ഷണം. നിങ്ങളാണെങ്കിൽ എന്റെ അതിഥികളായി പോയില്ലേ. എന്റെ അതിഥികളെ സംരക്ഷിക്കുന്നത് എന്റെ ദൗത്യമാണ്. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശക്തി ഉണ്ടാകുക? ഇനി ശക്തി ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്നോട് എങ്ങനെയാണ് ഈ യുദ്ധം ചെയ്യുക? പക്ഷേ വലിയേട്ടാ, ഞങ്ങൾ എന്തിനാ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? അതൊക്കെ മറന്നുപോയോ? അത് ശരി, പാമ്പിന്റെയും കിരീടം യുദ്ധം യുഗങ്ങളാണ് ഉള്ളതല്ലേ. അത് പോരാഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് വരികയല്ലേ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കടിച്ച് അങ്ങോട്ട് തിന്നും. ഇത് നോക്ക് കീരിച്ചേട്ടാ, ഞങ്ങൾ ശരിക്കുള്ള പാമ്പല്ല. ഒരു വലിയ പാമ്പ് ഞങ്ങളുടെ സിറ്റിക്കകത്ത് വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതായത് പാമ്പായി മാറിയതാണ്. ഓ, അത് ശരി, അങ്ങനെയാണോ? അതാ ഞാൻ വിചാരിച്ചത് നിങ്ങളെ കാണാനത്തെ ഇത്ര വ്യത്യാസമെന്ന്. നല്ല മനുഷ്യരാന്ന് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ച് നിങ്ങളുടെ നഗരത്തെ കാത്തു സൂക്ഷിക്കാൻ പോണത്. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷെ ഞാൻ കേട്ടത് അവിടെ പാമ്പൊന്നും ഇല്ലെന്നാണ്. അതേതോ വ്യാജൻ സർപ്പമായിട്ട് വന്നിട്ട് എല്ലാരും പേടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അന്വേഷിച്ചപ്പോ മനസ്സിലായത് ആ വ്യാജ സർപ്പം വേറെ ആരുമല്ല, അത് ജോണാണത്രേ. അയാൾ എല്ലാവരും കൊള്ളയടിക്കുകയാണ്. സ്വർണം എത്രമാത്രം സ്വർണം? വലിയേട്ടാ, ഞങ്ങളെ തല്ലുന്നതിന് മുമ്പ് ഒന്ന് അങ്ങോട്ട് നോക്കാം ആദ്യം എന്താ സംഭവിക്കുന്നെന്ന്. പ്രിയപ്പെട്ട പാമ്പേ, എന്നാ പാല് കുടിക്ക്. നീ കാരണം ഞാൻ കുറെ സമ്പാദിച്ചു. ഇനിയും കുറെ സമ്പാദിച്ച് ഞാനൊരു വലിയ കോടീശ്വരനാകണം. അതെ, കുടിക്ക്, പാല് കുടിക്ക്. കണ്ടില്ലേ വലിയേട്ടാ? ഇവിടെ വെച്ചില്ലായിരുന്ന പാല് കാണാനില്ലല്ലോ. ഇത് ശരിക്കുള്ള പാമ്പല്ലല്ലോ. എങ്ങനെ പിന്നെ പാല് കാണാതെയായി? നിങ്ങൾ എടുത്ത് കുടിച്ചോടാ. പറ മര്യാദക്ക്. പാല് ഞങ്ങളാണ് കുടിച്ചത്. നിന്റെ കളി ഇന്നത്തോടെ ഞങ്ങൾ എല്ലാവരും അവസാനിപ്പിക്കും ജോണ്. എന്തായത്? പാമ്പ് സംസാരിക്കുന്നുണ്ടല്ലോ. അടിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, വേഗം പോകൂ.
പിടിക്കേ, നമ്മൾ സർപ്പങ്ങളുടെ പേര് നശിപ്പിച്ചു. അവന് പാഠം പഠിപ്പിക്കണം. എങ്ങനെയുണ്ട് ജോണേ? പാമ്പുകളുമായി കുറെ കളിച്ചതല്ലേ? ഇനി കുറച്ച് സന്തോഷിക്കേ. മോട്ടു പത്ലു പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. ഹെൽപ്പ് പ്ലീസ്, ഹെൽപ്പ്. എന്തെങ്കിലും ചെയ്ത് ഇതിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്ത് പ്ലീസ്. ചിങ്കൻ സാർ, എന്നെ രക്ഷപ്പെടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ കാണിച്ച് കാണിച്ച് മോഷ്ടിക്കോ? ഇല്ല ഇല്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രക്ഷിക്കൂ പ്ലീസ്. ഞാൻ താഴെ വരാം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക്. ചിങ്കൻ സാർ, എന്നെ ജയിലിൽ പോലും അടച്ചോളൂ പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.